അതിനൊരു ലോക്ക് ഉണ്ട് സാർ. അതിനകത്തേക്ക് അമ്മയോടൊന്ന് സംസാരിച്ച് ഞങ്ങൾ 10-20 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിരുന്നു. അവിടെ ഇരുന്നിട്ട് സംസാരിച്ച് അതിനുശേഷം ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് അവിടെ വെച്ചു എന്നിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ മോളുടെ കാര്യം പറഞ്ഞത്. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ എടുത്തിട്ട് ഇവിടെ മമ്മീനെ പറ്റും ഇവിടെ നമ്മളെ മമ്മി നിൽക്കണ്ടായിരുന്നു. ഇവിടെ നിർത്തി തള്ളിയപ്പോൾ എന്നിട്ട് ഞങ്ങളങ്ങനെ വണ്ടി കിട്ടി. അത് ആദ്യത്തെ ഇതാക്കിയപ്പോൾ തന്നെ അവിടെ ഞാൻ കെട്ടി. അതിനുശേഷം നേരെ പോയി ഞാനല്ലോ. അത് ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ടു. അവർ ഇതായിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വരാനുള്ളൊരു ഗ്യാപ്പ് സാറിനൊക്കെ വരാനുള്ളത് ചാവി കയ്യിൽ വെച്ചു ഫോൺ പറഞ്ഞു. എവിടെ എല്ലാവരും വെളി വന്നപ്പോ ഇവര് പ്രതിരോധിക്കുകയും ചെയ്തില്ല? ഇല്ല, ഒന്നും ചെയ്തില്ല. നീ ആരെ ലക്ഷ്യമിട്ട് വന്നാണ്? ഞാൻ രേഷ്മ ഉണ്ടായിരുന്നില്ല. രേഷ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. എത്ര മണിക്ക് ഇവിടെ വന്നു? ഒരു ഏകദേശം ഒരു 10 മണി. എത്ര മണിക്ക് പോയി? ഒരു 11 മണിക്കൂർ. ഞാൻ ഒരു 10-25 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഇവിടെ ഇന്ന് അവരെ ബന്ധുക്കളൊന്നും ഇല്ലാതെ നീ വന്നാണോ? അതെ. അതെങ്ങനെ നീ അറിഞ്ഞത്? അതായത് മരുമക്കന്മാരും ആങ്ങളമാരും ഇല്ല? നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ പള്ളിയിൽ നിന്ന് അവര് ഉണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ട് തന്നെ